ഗാസ വിശന്ന് മരിച്ചു തീരുകയാണ്. അതിരൂക്ഷമായ പട്ടിണിയാണ് അവിടെ. മനുഷ്യർ വിശന്നൊട്ടി പട്ടിണിക്കോലങ്ങളായി നരകയാതനയിലാണ്. വയറ് വിശന്ന് കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ഈ കാലത്ത് ഒരു കൂട്ടം മനുഷ്യർ ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ഇவ்விധം നരകിച്ച് മരണം കാത്തിരിക്കുക എന്നത് എന്തൊരു കഷ്ടമാണ്. ആഗോള ഭക്ഷ്യക്ഷാമ നിരീക്ഷക സംഘടനയായ IPC പറയുന്നത് ഗാസയിലെ ഭക്ഷ്യക്ഷാമം 5ാം ഘട്ടത്തിലാണ് എന്നാണ്. അതായത് ഏറ്റവും കഠിനമായ, ഇനി അതിനപ്പുറം പോകാനില്ലാത്ത അവസ്ഥ. ഇത് മാനവികതയുടെ പരാജയമാണെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഏറ്റുപറയുന്നു. ഗാസയിൽ ഇസ്രയേലിൻ്റെ ആയുധം ഇപ്പോൾ മിസൈലുകളും ബോംബുകളുമല്ല, പട്ടിണിയാണ്. ഈ വംശഹത്യക്കെതിരെ പാശ്ചാത്യ സാംസ്കാരിക ലോകത്ത് നടക്കം വലിയ പ്രതിഷേധം പക്ഷേ ഉയരുന്നുണ്ടിപ്പോൾ. RDX വിഷയം വിശദമായി പരിശോധിക്കുന്നു. ആദ്യം RDX റാപ്പ്. ഗാസയിൽ അതിഗുരുതര ഭക്ഷ്യക്ഷാമമാണെന്ന് സ്ഥിരീകരിക്കുകയാണ് ഒരു ആഗോള സമിതി. ഐക്യരാഷ്ട്രസഭ പിന്തുണയുള്ള ദ ഇന്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ഫേസ് ക്ലാസിഫിക്കേഷൻ എന്ന സമിതിയുടേതാണ് കണ്ടെത്തൽ. ഗാസയിലെ ഭക്ഷ്യക്ഷാമം കാഠിന്യത്തിന്റെ 5ാം ഘട്ടത്തിലാണെന്ന് IPC റിപ്പോർട്ടിൽ പറയുന്നു. ഭക്ഷണമില്ലായ്മയുടെ ഏറ്റവും രൂക്ഷവും മോശവുമായ അവസ്ഥയാണ് ഫേസ് 5. ഒരു ജനത വിശന്ന് മരിച്ചു തീരുന്നു. ഈ റിപ്പോർട്ട് ആഗോളതലത്തിൽ ചർച്ചയാകുമ്പോഴും ഗാസയിൽ ഭക്ഷ്യക്ഷാമമില്ലെന്ന നിലപാടിലാണ് ഇസ്രായേൽ. പലസ്തീനു വേണ്ടിയുള്ള ഐറിഷ് എഴുത്തുകാരിയും കമ്മ്യൂണിസ്റ്റ് പക്ഷപാതിയുമായ സാലി റൂണിയുടെ ഉറച്ച നിലപാടാണ് ബ്രിട്ടനിലും പുറത്തും ഇപ്പോൾ ചർച്ചയാകുന്നത്. പലസ്തീൻ ആക്ഷൻ എന്ന സംഘടനയെ ബ്രിട്ടീഷ് സർക്കാർ നിരോധിച്ചതിനോടെ ഏറ്റവും ശക്തമായി പ്രതികരിച്ചുള്ള ഒരാളാണ് ഈ യുവ എഴുത്തുകാരി. ഭീകര സംഘടനയായി ബ്രിട്ടനിലെ ലേബർ സർക്കാർ മുദ്രകുത്തിയെങ്കിലും പലസ്തീൻ ആക്ഷനെ ഇനിയും ഫണ്ട് ചെയ്യുമെന്ന് നിർഭയം പ്രഖ്യാപിക്കുകയാണ് സാലി റൂണി അടക്കമുള്ളവർ. സാലി റൂണിയിൽ നിന്ന് മാത്രമല്ല, ഹോളിവുഡ് താരങ്ങളിൽ നിന്നും ഗായകരിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേലിനെതിരെ സാംസ്കാരിക ലോകത്തിന്റെ ശബ്ദമുയരുകയാണ്. RDX റാപ്പ് ന്യൂസ് മലയാളം. നമ്മുടെ ജീവിതകാലത്തെ ഏറ്റവും ദുഃഖകരമായ സാഹചര്യത്തിൻ്റെ മറ്റു വിവരങ്ങൾ നമുക്ക് ഡാറ്റാ ഷീറ്റിൽ പരിശോധിക്കാം. ഗാസ വിശന്ന് മരിക്കുകയാണ്. വടക്കൻ ഗാസ മുനമ്പിൽ ഗുരുതരക്ഷാമം UN അംഗീകൃത ഏജൻസി സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്താണ് ഇന്നത്തെ വാർത്ത? കണ്ടെത്തൽ ഇൻ്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ഫേസ് ക്ലാസിഫിക്കേഷൻ ഏജൻസിയുടേതാണ് എന്ന് നമ്മൾ നേരത്തെ പരിശോധിച്ചു. പട്ടിണി മരണകാരണമാകുന്ന അതിതീവ്ര സാഹചര്യത്തിലൂടെ 5 ലക്ഷം മനുഷ്യർ കടന്നു പോവുകയാണ്. ജനസംഖ്യയുടെ 54% പേർ പട്ടിണി മൂലം അതിഗുരുതര സാഹചര്യം നേരിടുകയാണ്. 54% പേർ, പകുതിയിലേറെ. 20% പേർ പട്ടിണിയും പോഷകാഹാരക്കുറവും മൂലം രൂക്ഷമായ പ്രതിസന്ധിയിലാണ് എന്ന് നമ്മൾ അറിയുന്നു. സെപ്റ്റംബറോടെ തെക്കൻ മധ്യ ഗാസയിലേക്കും ക്ഷാമം പടരുമെന്ന് മുന്നറിയിപ്പുണ്ട്. ദൈർ അൽ ബലാഹ്, ഖാൻ യൂനിസ് മേഖലകളിലേക്കും പട്ടിണി വ്യാപിക്കും എന്നതാണ് നമ്മൾ അറിയുന്നത്. 2026 ജൂണിനകം പോഷകാഹാരക്കുറവിനാൽ 1,32,000 കുട്ടികൾ വരെ മരിച്ചേക്കാം എന്ന് ലോകത്തിന് നേരത്തെ അറിയാം, ഇപ്പോൾ തന്നെ അറിയാം. പട്ടിണി മൂലം 5 വയസ്സിന് താഴെയുള്ള 41,000 കുഞ്ഞുങ്ങൾ ഗുരുതരാവസ്ഥയിലാണ് എന്ന് നമ്മൾ അറിയുന്നു. 55,000 വരുന്ന ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും സാഹചര്യവും അതിദയനീയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഗാസയിൽ ക്ഷാമമില്ലെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോഴും പറയുന്നു. ആ റിപ്പോർട്ട് പക്ഷേ തള്ളി. ഗാസയിലെ സാഹചര്യം മനുഷ്യത്വത്തിൻ്റെ പരാജയമാണെന്ന് UN സെക്രട്ടറി ജനറൽ ഇന്ന് പറഞ്ഞു. ഗാസയിലെ സാഹചര്യം മനുഷ്യത്വത്തിൻ്റെ പരാജയമാണ്. പലസ്തീൻ ആക്ഷൻ നിരോധനത്തിൽ പ്രതികരിച്ച എഴുത്തുകാരിക്ക് ബ്രിട്ടനിൽ അറസ്റ്റ് ഭീഷണിയുണ്ട് എന്ന വാർത്ത കഴിഞ്ഞ ദിവസം വന്നതാണ്. മില്ലനിയൽ നോവലിസ്റ്റ് എന്നറിയപ്പെടുന്ന ഐറിഷ് എഴുത്തുകാരി സാലി റൂണിക്കാണ് അവിടെ ബ്രിട്ടനിൽ ഭീഷണി ഉണ്ടായിരിക്കുന്നത്. നിരോധിച്ച ഭീകര സംഘടനയെ പിന്തുണച്ചാൽ അറസ്റ്റിന് കാരണമാകുമെന്ന് ബ്രിട്ടീഷ് സർക്കാർ അവരെയും നാട്ടുകാരെയും അറിയിച്ചിട്ടുണ്ട്. മുന്നറിയിപ്പ് പക്ഷേ സാലി റൂണി തള്ളി. ഭീകരതയെ പിന്തുണയ്ക്കുന്നു എന്നെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന ധീരമായ നിലപാട് സാലി റൂണി സ്വീകരിച്ചു. പലസ്തീൻ ആക്ഷൻ സംഘടനയ്ക്ക് തൻ്റെ പുസ്തകങ്ങളുടെ റോയൽറ്റി വരുമാനം നൽകും എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. ബ്യൂട്ടിഫുൾ വേൾഡ്, വേർ ആർ യു എന്ന നോവൽ ഹീബ്രുവിലേക്ക് വിവർത്തനം ചെയ്യാൻ അനുവാദം നൽകിയില്ല. അതിലൂടെയും പ്രതിഷേധം പ്രകടിപ്പിച്ചു. 2020 ബ്രിട്ടനിൽ സ്ഥാപിക്കപ്പെട്ട പലസ്തീൻ അനുകൂല സംഘടനയാണ് പലസ്തീൻ ആക്ഷൻ എന്ന് പറയുന്നത്. ഗാസ വംശഹത്യക്കെതിരെ ബ്രിട്ടനിലെ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്ന സംഘടനയാണ് പലസ്തീൻ ആക്ഷൻ. ജൂണിൽ റോയൽ എയർഫോഴ്സ് ആസ്ഥാനത്ത് അതിക്രമിച്ച് കയറി സ്പ്രേ പെയിൻറ് ചെയ്തു അവർ. ജൂലൈയിൽ നിരോധനം, അംഗത്വവും പിന്തുണയും 14 വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റമാണത്. അവിടെ പലസ്തീൻ ആക്ഷൻ നിരോധനത്തിനെതിരെ പ്രതിഷേധത്തിൽ പങ്കുചേർന്ന സിനിമാ സംവിധായകൻ കെൻ ലോച്ച് നടക്കുന്നത് നിയമപരമായ ഭീകരത എന്ന് പാം ഡിയോർ പുരസ്കാരം 2 വട്ടം നേടിയ മാസ്റ്റർ ഡയറക്ടർ അദ്ദേഹം പറഞ്ഞു. 89-കാരനായ കെൻ ലോച്ച് തെരുവിലിറങ്ങി സർക്കാരിനെതിരായ സമരത്തിൽ കണ്ണിയായി എന്ന് നമ്മളെ അറിയുന്നു. 89-ാം വയസ്സിൽ അദ്ദേഹം തെരുവിലുണ്ട്. ലോച്ചിൻ്റെ ദീർഘകാല തിരക്കഥാ പങ്കാളി പോൾ ലാവർട്ടിയും വംശഹത്യക്കെതിരെ തെരുവിൽ പ്രതിഷേധ സമരം നടത്തുകയാണ്. ഗാസയടക്കം ചൂണ്ടിക്കാട്ടി 2024 നൊബേൽ ജേതാവ് ഹാൻ കാങ് പുരസ്കാര ലബ്ധി ആഘോഷിച്ചില്ല എന്ന് നമുക്ക് ഓർമ്മയുണ്ട്. പലസ്തീൻ അനുകൂല നിലപാടുമായി സൂപ്പർ മോഡൽ സഹോദരിമാരായ ജിജി ഹഡിദ് അടക്കമുള്ള ആളുകൾ വന്നു. $1 മില്യൺ പലസ്തീൻ മനുഷ്യാവകാശ സംഘടനകൾക്ക് ഈ സഹോദരിമാർ സംഭാവന നൽകി എന്ന് നമ്മൾ അറിയുന്നു. അങ്ങനെ സാംസ്കാരിക ലോകം പലസ്തീനൊപ്പം നിൽക്കുകയാണ്. ഗാസ ദുരിതാശ്വാസത്തിന് $4.5 മില്യൺ നൽകി കനേഡിയൻ ഗായകൻ ആബെൽ ടെസ്ഫെ
എന്നതും നമ്മൾ അറിയുന്നു. വംശഹത്യയെ ശക്തമായി എതിർത്ത് ബ്രിട്ടീഷ് അൽബേനിയൻ ഗായിക ദുആ ലിപ രംഗത്ത് വന്നതും നേരത്തെ വാർത്തയായിരുന്നു. പലസ്തീൻ സോളിഡാരിറ്റി ഇൻസ്റ്റാഗ്രാം പോസ്റ്റാക്കി ഹോളിവുഡ് താരം എംബ വാട്സണും ഇതിനകം അവരുടെ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാംസ്കാരിക ലോകം മാത്രമല്ല, രാഷ്ട്രീയ ലോകവും ലോകത്തിൻ്റെ പല ഭാഗത്തും പല രാജ്യങ്ങളിലും ഇപ്പോൾ പലസ്തീനൊപ്പം നിൽക്കുകയാണ്. പക്ഷേ അവിടെ മനുഷ്യർ, കുട്ടികൾ മരിക്കുകയാണ്. നമുക്കിത് ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമായി വന്നിരിക്കുന്നല്ലോ, അത് ആവർത്തിക്കുന്നല്ലോ എന്ന സങ്കടത്തോടു കൂടി എന്താണ് ഇപ്പോൾ പറയാം? സത്യം പറഞ്ഞാൽ ശരിക്കും മരവിച്ച് നിൽക്കുന്ന ഒരവസ്ഥ. അത് നമുക്ക് മാത്രമല്ല കേട്ടോ, പൊതുവെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന എല്ലായിടത്തും ആ ഒരവസ്ഥ കാണുന്നുണ്ട്. മാത്രമല്ല, ഇപ്പം നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇത് തൊട്ട് മുമ്പ് ചർച്ചയ്ക്ക് എടുത്ത ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യം, ഇതിൻ്റെ വാർത്തകൾ കാണുന്നത് തന്നെ നമ്മൾ നിർത്തി, വിഷ്വൽ കാണുന്നത് നിർത്തി. ആ ഡാറ്റ മാത്രമാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ആ ഡാറ്റ മാത്രമേ നോക്കുന്നുള്ളൂ. ഇപ്പോൾ എവിടെയാണ് ബോംബിട്ടത്, എത്ര പേർ മരിച്ചു എന്നുള്ളത് പ്രത്യേകം തരംതിരിച്ച് നോക്കുന്നില്ല. ഇതുവരെ എന്താണ് സംഭവം, എങ്ങനെയാണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ, ഇത്തരം റിപ്പോർട്ടുകൾ, ആ റിപ്പോർട്ടുകളിലെ ഡാറ്റ, അതിനപ്പുറത്ത് ഇത് നോക്കിക്കൊണ്ടിരുന്നാൽ ചിലപ്പോൾ നമ്മളുടെ മനോനില തന്നെ തകരാറിലാകുമെന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ അങ്ങനെ കാണാവുന്നതല്ല. ഒരു ജനത മുഴുവൻ ഇങ്ങനെ പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നത്. പട്ടിണി കിടക്കുന്നു, അവരെ ഭക്ഷണത്തിനായി കാത്തു നിൽക്കുന്നവരെ വെടിവെച്ച് കൊല്ലുന്നു എന്നുള്ള ഒരവസ്ഥയൊക്കെ എത്ര ഭീകരമാണ്. മാത്രമല്ല സനീഷ്, ആകെ അവിടെ വിതരണം ചെയ്യപ്പെടുന്ന ഭക്ഷണ പൊതികൾ വീണ ആളുകൾ മരിക്കുക. ആ ഭക്ഷണ പൊതികൾ, ആകാശത്ത് നിന്ന് വിതരണം ചെയ്യുന്ന ഭക്ഷണ പൊതികൾ വീണ് പോലും ആളുകൾ മരിച്ചു വീഴുന്നു എന്നുള്ള ഒരവസ്ഥ എത്ര ദയനീയമായിരിക്കും. ആ ഭക്ഷ്യവിതരണ കേന്ദ്രങ്ങളിലെല്ലാം ആളുകൾ ഇങ്ങനെ എന്താണ്, അവർ പരസ്പരം തമ്മിലടിച്ച് ആ ഭക്ഷണത്തിന് വേണ്ടി നിൽക്കുന്ന കാഴ്ച കാണുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് സഹിക്കാൻ പറ്റില്ല. 5 ലക്ഷം പേര് മരണമുനമ്പിലാണ്. അതായത് എപ്പോൾ വേണമെങ്കിലും മരിക്കാവുന്ന അവസ്ഥയിൽ പോഷകാഹാരക്കുറവും പട്ടിണിയും കൊണ്ട് 5 ലക്ഷം പേർ മരണമുനമ്പിലാണ്. ഈ ലോകത്തിന് ഒരു ചുക്കും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത്, ഇത്തരം ഒരു സങ്കീർണമായ യുദ്ധ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. ലോകത്തൊരിടത്തും ഈ നിലയ്ക്കുള്ള യുദ്ധങ്ങൾ നടക്കരുത്, ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവരുത് എന്ന് ഉറക്കെ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന സംഗതിയാണ്. എവിടെ പോയി ഈ ഇസ്രായേലിന് വേണ്ടി ജയ് വിളിച്ചവരെന്നൊക്കെ ഇപ്പം ഞാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ അധികം പേരെ കാണാനില്ല. ഈ സംഘർഷം ആരംഭിച്ച ഘട്ടത്തിൽ ഇസ്രായേലിന് വേണ്ടി ഷാലോം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് രംഗത്തുണ്ടായിരുന്നു, മലയാളികൾ അടക്കമുള്ളവർ. എവിടെയാണ് അതായത് ഈ ഇസ്രായേലിലേക്ക് തന്നെ അവർ നോക്കിയാൽ മതി. 60,000 പേരാണ് ഒറ്റയടിക്ക് കഴിഞ്ഞ ദിവസം അവിടെ ഈ യുദ്ധത്തിനെതിരെ സമരം ചെയ്യാൻ ഇറങ്ങിയത്. നേരത്തെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന യഹൂദ് ബറക്ക് അടക്കമുള്ളവർ ശക്തമായി ഇത് ശരിയല്ലെന്ന് പറഞ്ഞു. IDF-ന്റെ മേധാവി പറഞ്ഞു ഈ ഗാസയെ മൊത്തത്തിൽ പിടിച്ചെടുക്കാൻ പോകുന്നത്. ഈ സൈന്യത്തിൻ്റെ മേധാവിക്ക് അതിൽ താല്പര്യമില്ല. ഈ യുദ്ധ ക്യാബിനറ്റ്, നെതന്യാഹുവിൻ്റെ യുദ്ധ ക്യാബിനറ്റിൽ നിന്നുള്ള 2 പേര് രാജിവെച്ച് പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത്രയും ഗുരുതരമായ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുകയാണ്. ഇത് വേണ്ട എന്ന് ചുറ്റും നെതന്യാഹുവിന് ചുറ്റും നിൽക്കുന്നവർ പറയുമ്പോൾ ഈ യുദ്ധഭ്രാന്തൻ, യുദ്ധം എന്ന് പറയാൻ പറ്റില്ല, ഇതിപ്പോൾ എങ്ങനെയാണ് യുദ്ധം എന്ന് പറയാൻ കഴിയുക? യുദ്ധമല്ല, വംശഹത്യ. ആ വംശഹത്യയിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഞാൻ പറയട്ടെ, ലോകം കഴിഞ്ഞ 50 വർഷത്തിലേറെയായി, കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെ നമ്മൾ, അല്ലെങ്കിൽ 3/4 നൂറ്റാണ്ടായി നമ്മൾ ഈ ജർമ്മനിയുടെ, അതായത് നാസി ജർമ്മനിയുടെ ഇടപാടുകളെക്കുറിച്ച്, അവരുടെ വംശഹത്യയെക്കുറിച്ച് ആവർത്തിച്ച് ഓർമ്മിച്ചെങ്കിൽ, അവരുടെ ആ വംശഹത്യ ഭീകരതയെക്കുറിച്ച് ലോകം ചർച്ച ചെയ്തെങ്കിൽ, ഇനി അങ്ങോട്ടുള്ള ലോകം ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു സംശയവും വേണ്ട, അന്ന് നാസി വംശഹത്യക്ക് ഇരയായ യഹൂദരുടെ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, യഹൂദരല്ല ഇതിൻ്റെ കൂടെയൊന്നുമില്ല, പക്ഷേ ആ ഇരയായ ഇപ്പോഴത്തെ ഇസ്രയേലിലെ ജനങ്ങളുടെ, അല്ലെങ്കിൽ അതിൻ്റെ ഭരണകൂടത്തിൻ്റെ വംശഹത്യ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഇപ്പോൾ പലതരം ആലോചനയാണ്. ഇവരെ മുഴുവൻ പാക്ക് ചെയ്ത് ആഫ്രിക്കയിലേക്ക് വിട്ടാലോ, എങ്ങനെയാണ് ഒരു സമൂഹത്തെ ആ നിലയ്ക്ക് കൈകാര്യം ചെയ്യാനുള്ള ആലോചനകളിലേക്ക് പോകാൻ കഴിയുക? 90% സ്കൂളുകളുടെ കെട്ടിടങ്ങളും സമ്പൂർണ്ണമായി ഇല്ലാതായി ആ പ്രദേശത്ത്, ഗാസയിലെ. ഇതിപ്പോൾ ഗാസ സമ്പൂർണ്ണമായി പിടിച്ചെടുക്കാൻ തീരുമാനിക്കുമ്പോൾ പിന്നെ അവിടുത്തെ സ്കൂളിലെ കെട്ടിടങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുന്നതിൽ തന്നെ അർത്ഥമില്ല. ആശുപത്രികൾ ഏതാണ്ട് സമ്പൂർണ്ണമായി തന്നെ ആശുപത്രികൾ ഇല്ലാതായി ആ ഗാസയിൽ മാത്രമല്ല ഈ പ്രശ്നം നടക്കുന്നത്. ഇതിനകത്ത് വേറൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്, വെസ്റ്റ് ബാങ്കിൽ ഏതാണ്ട് എല്ലാം സമാധാനപരമായി അങ്ങ് പോവുകയാണെന്നുള്ള മട്ടിലാണ് നമ്മൾ എപ്പോഴും ഗാസയിൽ ഈ വലിയ വംശഹത്യ നടക്കുമ്പോൾ അത് മാത്രം ആവർത്തിച്ച് പറയുമ്പോൾ കരുതുന്നത്. പക്ഷേ അവിടെയും കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ഏതാണ്ട് 10,000-ന് മേലെ ആളുകൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു വെസ്റ്റ് ബാങ്കിലും. അപ്പോൾ സമ്പൂർണ്ണമായി ഈ ഫലസ്തീൻ ജനതയെ ഇല്ലാതാക്കാൻ വേണ്ട നീക്കം തന്നെയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് എങ്ങനെയാണ് ഇനി അവസാനിക്കുക എന്ന്, കാരണം നമുക്ക് അതിനകത്ത് ഒരു സൊല്യൂഷനുമില്ല, ഈ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഒരു സൊല്യൂഷനുമില്ല. ഇപ്പോഴും ഇസ്രായേലിന് ആയുധം കൈമാറുന്നവരാണ് ഈ ലോകത്തെ ഏറ്റവും
അപകടകാരികളായ രാഷ്ട്രങ്ങൾ എന്നുള്ള കാര്യം മാത്രം പറഞ്ഞു വയ്ക്കാം. അതാണ് ഇതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല എന്ന് മാത്രമല്ല പറയാൻ താല്പര്യമുള്ള കാര്യമല്ലോ ഇതിനകത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ ഹർഷ. അതായത് ഇപ്പോൾ പലസ്തീനൊപ്പം വേണ്ടി സംസാരിക്കുന്നവർ ആരാണോ അവരാണ് ചരിത്രത്തിൽ നന്മയുടെ പാതയിൽ നിന്നു എന്ന് രേഖപ്പെടുത്തപ്പെടുക. ഈ ബാക്കിയുള്ള ആളുകൾ ഇവിടെ അടക്കം ഉണ്ടല്ലോ ആളുകൾ, അതായത് ചില ആളുകൾ ഇപ്പോഴും പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആൾക്കാരുടെ ഇസ്രായേലിന് പിന്തുണ, അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹു ഭയങ്കര ഹീറോ ആണെന്നൊക്കെ പറയുന്നത്. അവർ ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിൽ ഏറ്റവും നിന്ദ്യരായിട്ടുള്ള മനുഷ്യർക്കൊപ്പം മനുഷ്യരുടെ കൂട്ടത്തിലുണ്ടാവുക. അതിൽ അവരെ നയിക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹു ആയിരിക്കും. ഈ നെതന്യാഹു മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇങ്ങനെ കൊന്നു തീർത്ത് കളയാൻ പറ്റും ഒരു സംസ്കാരത്തെയും ഒരു സമൂഹത്തെയും അപ്പാടെ എന്ന് വിചാരിക്കരുത് അയാൾ. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കൊന്നു തീർത്ത് കളയാൻ പറ്റും മറ്റൊരു സംഘത്തിനെങ്കിൽ അയാൾ തന്നെയും ഈ ലോകത്ത് ജനിക്കുക പോലും ഇല്ലായിരുന്നു. കാരണം ഈ ഹിറ്റ്ലർ എന്ന് പറയുന്ന ആൾ ഒരു മെഷീനറി അപ്പാടെ തന്നെ ഉണ്ടാക്കിയിട്ടാണ് മനുഷ്യരെ കൊല്ലാൻ വേണ്ടി പോയത്, പർജ് ചെയ്ത് കളയാൻ വേണ്ടി പോയത്. ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ചരിത്രം അവിടെ ഉണ്ടാവും. ഇപ്പോൾ തന്നെ 1000 കുട്ടികൾ ഈ ഇത്രയും വലിയ നിന്ദ്യമായിട്ടുള്ള ഭീകരമായ കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും പോസിറ്റിവിറ്റി കാണുന്നത് തന്നെ ശരിയല്ല. എങ്കിലും ഞാൻ പറയാം, 1000 കുട്ടികൾ അവിടെ ഖാൻ യൂണിസിൽ സ്കൂളിൽ നിന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞിറങ്ങി അവരുടെ പതാക ചുഴറ്റിയിട്ട് അവർ അവിടെ വന്ന് നിന്നായിരുന്നു. എന്ന് മാത്രമല്ല, അവിടെ നദീൻ അയൂബ് എന്ന് പറയുന്ന പലസ്തീനിൽ നിന്ന് ആദ്യമായിട്ടുള്ളൊരു സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കുന്ന, ലോക സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരു പെൺകുട്ടി കൂടെ ഈ പലസ്തീൻ പ്രശ്നം ലോകവേദിയിൽ ഉന്നയിക്കാൻ പോവുകയാണ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ ഒരു ജനതയെ ആകെ പട്ടിണിക്കിട്ട് കൊല്ലരുതേ എന്ന് ഇസ്രായേലിനോട് കരുണയും കണ്ണീരും പറ്റാത്ത മനുഷ്യരുടെ ലോകം ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. ഭക്ഷണ കേന്ദ്രങ്ങളിൽ കാലിപ്പാത്രവുമായി ഒട്ടിയ വയറുമായി കരഞ്ഞു നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, ആ ദയനീയ ചിത്രങ്ങൾ കാണാനുള്ള കരുത്ത് മനുഷ്യത്വമുള്ളവർക്കില്ല. അതിനെതിരെ ലോകമുയർത്തുന്ന ശബ്ദം ഇസ്രായേൽ കേൾക്കുന്നേയില്ല. അപ്പോഴും ഗാസ പിടിച്ചെടുക്കാനുള്ള പദ്ധതികൾ വേഗത്തിലാക്കാനുള്ള നീക്കത്തിലാണ് നെതന്യാഹുവും ഇസ്രായേൽ പ്രതിരോധ സേനയും. യുദ്ധം എന്നതിനേക്കാൾ മോശം ഒരു സാഹചര്യം ഒരു സമൂഹത്തിലും വരാനില്ല. പക്ഷേ യുദ്ധത്തിൽ പോലും ഒരു മാനുഷിക നീതി വേണമല്ലോ. അതിനും മനസ്സില്ലാത്ത മനുഷ്യർക്കൊപ്പം കൂടിയാണ് നമ്മൾ ഭൂമി പങ്കിടുന്നത് എന്ന സങ്കടം RDX ഒരിക്കൽ കൂടി പങ്കുവെക്കുന്നു.